കൊടും തണുപ്പുള്ള പ്രദേശത്താണ് നിറ്റിയും അച്ഛനായ ടോമും താമസിക്കുന്നത്. ഒറ്റ മകളാണ് നിറ്റി. കുട്ടിക്കാലത്തെ അമ്മയെ നഷ്ടപ്പെട്ട മകൾ എന്നും അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കും. അവളുടെ ആഗ്രഹം എന്തെന്നാൽ അവൾക്ക് ഒരു വണ്ടർഫുൾ വേൾഡ് വേണമെന്നാണ്. അതിൽ എന്താവശ്യപ്പെട്ടാലും നടത്തിത്തരുന്ന മാലാഖമാരും. ടോം ഹോസ്പിറ്റൽ സ്വീപ്പറാണ്. കൊടും തണുപ്പുള്ള ഒരു രാത്രിയിൽ നിറ്റി ജനൽ വഴി പുറത്തുള്ള കാഴ്ചകൾ കാണുകയായിരുന്നു. ജോലി കഴിഞ്ഞ് ടോം വന്നു. കയ്യിൽ കുറേ സാധനങ്ങളുമായി, ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും. ഹോസ്പിറ്റലിൽ നിന്നും സാലറി കിട്ടിയ ദിവസമായിരുന്നു. അങ്ങനെ ആ ഒരു രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ തൻ്റെ വീടിന് മുന്നിലുള്ള ഐസ് മാറ്റുകയായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ ഒരു കുഴി കണ്ടു. ടോം ഒരു ചെറിയ വടി കൊണ്ട് കുഴി കൊത്തി നോക്കി. അപ്പോൾ അതിൽ നിന്നും പ്രകാശം വരുവാൻ തുടങ്ങി. അതൊരു ഗുഹയായി മാറി. ടോം ഗുഹയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ കുറേ കാര്യങ്ങളുണ്ട്. മകളെയും കൂട്ടി ഗുഹയിലേക്ക് ചെന്നു. ഗുഹയുടെ അകത്ത് അത്ഭുതങ്ങളായിരുന്നു. നിറയെ രത്നങ്ങളും വജ്രം, സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു നദി കൂടി അവിടെ ഉണ്ടായിരുന്നു. നിറ്റിക്ക് വളരെ സന്തോഷം നിന്ന് അവർ വീട്ടിലേക്ക് പോയി. ഈ വീടിൻ്റെ ശരിക്കുമുള്ള ഉടമസ്ഥൻ അലക്സാണ്ടറാണ്. അലക്സാണ്ടറിൻ്റെ ആശയമാണ് സ്വർണത്താൽ നിർമ്മിതമായ ഗുഹ. അലക്സാണ്ടറിൻ്റെ ഏക മകളാണ് ഗ്രേസി. അലക്സാണ്ടർ വജ്ര വ്യാപാരിയാണ്. സമ്പത്ത് ഒരുപാടുണ്ടായിട്ടും നല്ല എളിമയുള്ള മനുഷ്യൻ. കുതിരസവാരി ഒരുപാട് ഇഷ്ടമാണ്. ടോമിൻ്റെ സ്വഭാവം ഒരുപാട് ഇഷ്ടമാണ് അലക്സാണ്ടറിന്. അതുകൊണ്ട് തന്നെ മകളായ ഗ്രേസിയെ ടോമിന് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹശേഷം വധൂവരന്മാർ വീട്ടിലേക്ക് മടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ അലക്സാണ്ടർ കുതിരസവാരിക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് കഠിനമായ നെഞ്ചുവേദന വന്നു. അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തു. അലക്സാണ്ടറിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം മകളും ഭർത്താവും വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ടോമിനും ഗ്രേസിക്കും ഒരു മകൾ പിറന്നു. അതാണ് നിറ്റി. നിറ്റിക്ക് ഇപ്പോൾ 5 വയസ്സായി. നിറ്റിക്ക് 6 വയസ്സുള്ള സമയത്ത് ഒരു അപകടത്തിൽ അവളുടെ അമ്മ മരിച്ചുപോയി. അവളുടെ അമ്മയുടെ ശവക്കല്ലറ നോക്കി കരയുന്നു. മകളെ സമാധാനിപ്പിച്ച് തിരിച്ചു വീട്ടിലേക്ക് നടന്നു. പിന്നെ അവർ മാത്രമായി ആ വീട്ടിൽ. ഗുഹയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ടോം ആ ഗുഹയുടെ പ്രോപ്പർട്ടി മകളെ ഏൽപ്പിച്ചു. കുഞ്ഞുനാളിൽ നിറ്റിക്ക് അമ്മ മനോഹരമായ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗുഹയുടെ കാര്യം ടോമിനോടും മകളോടും പറഞ്ഞിരുന്നില്ല. അവർ വീണ്ടും ആ ഗുഹയിലേക്ക് പോയി. അവിടെ മാലാഖ ഉണ്ടായിരുന്നു. പിന്നെ മുത്തച്ഛൻ്റെ പേരും ഉണ്ടായിരുന്നു. അവിടെ മുത്തച്ഛൻ്റെ ആത്മാവും പിന്നെ കുറേ മാലാഖമാരും